എന്താ പറയുക, പ്രത്യേകതയുള്ളൊരു ദിവസം ഇത്രയും മനോഹരമായൊരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എന്നെ തന്നെ തിരഞ്ഞെടുത്തതിൽ ഒരുപാട് സന്തോഷം. കുറച്ച് നാൾ മുമ്പ് തന്നെ നമ്മളോട് സംസാരിച്ചിരുന്നു ഇതിനെപ്പറ്റി. അപ്പോൾ ഞാൻ ആലോചിച്ചു, അന്ന് വർക്കൊന്നും ഉണ്ടാവില്ലേ എന്നൊക്കെ ആലോചിച്ചു. പിന്നെ വിശുദ്ധനാണ്, അതുകൊണ്ട് നമ്മൾ എന്തായാലും ഫ്രീ ആയിരിക്കും. ഭാഗ്യവശാൽ വരാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം മാത്രമേ ഈ അമ്പലത്തിൽ വന്നിട്ടുള്ളൂ. അന്നും ഉള്ളിൽ കയറി തൊഴാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ്. ഒരു പ്രോഗ്രാമിന് വന്നതാണ് ആ ഹാളിൽ. അപ്പോൾ ഇന്ന് ഞാൻ കയറി നല്ല വിസ്തരിച്ച് തൊഴുതു. നല്ല സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, എന്തൊരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ. ഭയങ്കര ക്വയറ്റാണ്, നല്ല പോസിറ്റിവിറ്റിയാണ്. നിങ്ങൾക്കൊക്കെ നല്ല ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് അമ്പലത്തിൻ്റെ ചുറ്റുപാടൊക്കെ ആയിട്ട് താമസിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ വരാൻ പറ്റുന്നതൊക്കെ. ഞാൻ മോഡലിംഗ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പാജൻട്രി സൗന്ദര്യ മത്സരങ്ങൾ പെർസ്യൂ ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് പക്ഷേ എനിക്ക് തോന്നുന്നു ആഫ്റ്റർ വിന്നിങ്, ജയിച്ചതിന് ശേഷമായിട്ടും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ ചെയ്യുക ഓരോ മത്സരങ്ങൾ ജയിക്കാൻ ഇല്ലേ. 1-2 മത്സരങ്ങൾ ബാക്ക് ടു ബാക്ക് ജയിച്ചു കഴിയുമ്പോൾ അവർ ചോദിക്കുന്ന കാര്യമാണ്, എന്താ ചെയ്യുക ജയിക്കാൻ? പ്രാർത്ഥിച്ചാൽ മതിയോ, അല്ലെങ്കിൽ എന്താ ചെയ്യുക ജയിക്കാൻ? അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ബ്ലെസ്സിങ്സ് ആണ്. ആൾക്കാരുടെ അടുത്തുനിന്ന് നമുക്ക് പലതരം അനുഗ്രഹങ്ങളാണ് ആവശ്യം, അല്ലേ? അപ്പോൾ ഭഗവാന്റെ അടുത്തുനിന്നാവാം, നമ്മുടെ എൽഡേഴ്സിൻ്റെ അടുത്തുനിന്നാവാം, വെറുതെ വഴിയിൽ കൂടെ പോകുന്ന ഒരാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കുമ്പം അവരെപ്പോൾ വായ കൊണ്ട് പറഞ്ഞോളം എന്നില്ല, പക്ഷെ അവർ അനുഗ്രഹിച്ചിട്ടുണ്ടാവും, അല്ലേ? അങ്ങനത്തെ ബ്ലെസ്സിങ്സ് ഒരുപാട് നമ്മൾ ലൈഫിൽ കളക്ട് ചെയ്യണം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് കോമ്പറ്റീഷൻസിന് പോയി കഴിഞ്ഞ പിന്നെയാണ്. അല്ലെങ്കിൽ ബ്ലെസ്സിങ്സിന് ഇത്രമാത്രം പവർ ഉണ്ടെന്ന് മനസ്സിലായത് ഓരോ മത്സരങ്ങൾക്ക് പോയി കഴിഞ്ഞ പിന്നെയാണ്. രണ്ടാമത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത് പീസ് ഓഫ് മൈൻഡാണ്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ, ഇപ്പം തന്നെ എനിക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ പേടിയാണ്. അപ്പോൾ നമ്മളൊരു കോമ്പറ്റീഷന് പോയി നിൽക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കാണാൻ, നമ്മളെ ജഡ്ജ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതാണ് അവരുടെ ജോലി. എൻ്റെ ജഡ്ജസിൻ്റെ ജോലി തന്നെ നമ്മളെ അവിടെ എവിടെയൊക്കെ പോയിന്റ് കുറയ്ക്കാൻ നോക്കാനാണ് ജോലി അവരുടെ. അപ്പോൾ അത്രയും പ്രഷറിൽ നിൽക്കുമ്പം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പീസ് ഓഫ് മൈൻഡ്, അല്ലെങ്കിൽ ആ ക്ലാരിറ്റി ഇൻ ദ മൈൻഡാണ്, അല്ലേ? നമ്മുടെ ചിന്തയിൽ ഒരുപാട്, തോട്ട് പ്രോസസ്സിൽ ഒരുപാട് ക്ലാരിറ്റി വേണം. അത് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് അസോസിയേഷൻസ് ആവശ്യമാണ്. ഇപ്പം അമ്പലത്തിൽ വരുമ്പോൾ, എന്തിനാണ് അമ്പലത്തിൽ വരുന്നത്? പൊതുവേ ഞാൻ കണ്ടിട്ടുള്ള കാര്യം വെച്ചാൽ അമ്പലത്തിൽ വരുന്ന എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലേ? എക്സാംസിന് മുമ്പ് അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ബോർഡ് എക്സാമിന് മുമ്പ് അമ്പലത്തിൽ പോവുക, ഒരു അമ്പലം പോലും ഇടാണ്ട് എറണാകുളം ജില്ലയിലുള്ള എല്ലാ അമ്പലത്തിലും ഞാൻ പോയിട്ടുണ്ട് ബോർഡ് എക്സാമിന് മുമ്പ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പലരും അങ്ങനെ ചെയ്യാറ്. അവിടെ പോയിട്ട് നമ്മൾ ആരും ഭഗവാന് സുഖമാണെന്നും ചോദിക്കാറില്ലല്ലോ. എല്ലാവരും നമ്മൾ ഇന്ന കാര്യങ്ങൾ സാധിച്ചു തരണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അസുഖം ഭേദമാക്കി തരണം, ഇങ്ങനെയൊക്കെയാണ് പറയാറല്ലേ. പക്ഷേ ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് ഓടി വന്ന് അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോവല്ല, ഇവിടെ ഇരിക്കുക. പ്രത്യേകിച്ച് ഇങ്ങനൊരു അമ്പലം, നമുക്ക് ഇത്രയും പുൽത്തകിടി ഉണ്ട്, നല്ല പീസ് ഓഫ് മൈൻഡുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഇരിക്കുക, കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്യുക. അതിനാണ് അമ്പലങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ, അല്ലേ? ഇതിൻ്റെ ആ ഒരു ക്രിയേഷൻ തന്നെ, ആർക്കിടെക്ചർ തന്നെ അങ്ങനെയാണ്. അമ്പലങ്ങളുടെ ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് ചെയ്യുന്നത്, അല്ലേ? അതിൻ്റെ ആർക്കിടെക്ചർ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും അമ്പലത്തിൽ വരുമ്പോൾ ഇരിക്കുക. അങ്ങനെ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന സമയം ഇപ്പോഴാണ്. ഉത്സവകാലത്താണ് നമ്മൾ ആകെപ്പാടെ ദിവസവും നമ്മൾ അമ്പലത്തിൽ പോയി ഇരിക്കുന്നതും മിണ്ടുന്നതും ഒക്കെ. അപ്പോൾ പറ്റുമെങ്കിലും ഉത്സവം കഴിയുമ്പോഴും പറ്റുമ്പോഴൊക്കെ നാട്ടിലുള്ളപ്പോഴും, പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ നാട്ടിലുള്ളപ്പോഴും ഒക്കെ അമ്പലത്തിൽ വന്ന് ഇരിക്കുക, കുറച്ച് നേരം സംസാരിക്കുക ഭഗവാനോട്, വെറുതെ ഇരിക്കുക, നാമം ചോദിക്കുക, എന്താണെങ്കിലും അത് ഒരുപാട് സഹായിക്കും നമ്മുടെ ലൈഫിൽ. പാജന്റിന് പോകണമെന്ന് തന്നെ ഇല്ല, ഇത് മനസ്സിലാക്കണമെങ്കിൽ. എന്തൊരു കാര്യമാണെങ്കിലും നമുക്ക് എപ്പോഴും പീസ് ഓഫ് മൈൻഡ് വേണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഗ്രൗണ്ടഡ് ആയിരിക്കണം, അല്ലേ? അപ്പോൾ അങ്ങനെ ഇത്രയും ഭംഗിയുള്ള ഒരു അമ്പലത്തിൽ വന്നപ്പോഴാണ് എനിക്കതിൻ്റെ പറയണം എന്ന് തോന്നിയത്. കലാപരിപാടികളുടെ ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഞാൻ ഒരു കലാകാരിയാണ്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരുപാട് വേർതിരിവുകളുണ്ട്, അല്ലേ? നമുക്ക് ചില കലകളൊക്കെ ഇഷ്ടമാണ്, നമ്മൾ പറയുന്നത് സിനിമാറ്റിക് ഡാൻസ് ഒന്നും എനിക്കിഷ്ടമല്ല, ഞാൻ ഭരതനാട്യം മാത്രമേ കാണാറുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് സിനിമാ പാട്ടൊന്നും പാടുന്നത് അതൊന്നും എനിക്കിഷ്ടമില്ല, ഞാൻ ഭജനകൾ മാത്രമേ കേൾക്കുള്ളൂ. എനിക്ക് തോന്നുന്നു എല്ലാ കലയ്ക്കും അതിൻ്റെതായ ഭംഗിയുണ്ട്. എല്ലാം കലയാണ്, അല്ലേ? അത് അഭ്യസിക്കാൻ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് അതിൻ്റെ പുറകിൽ. ഒരു ഡാൻസ് പഠിച്ച് കളിക്കണമെങ്കിൽ, തെറ്റാണ്ട് കളിക്കണമെങ്കിൽ ഒരുപാട് പ്രാക്ടീസ് വേണം, അതിനോടുള്ള സ്നേഹം ഒരുപാട് വേണം. മോഡലിംഗ് ആണെങ്കിലും ഒരു കലയാണ്, അതിനും ഒരുപാട് പ്രാക്ടീസും പെർസീവിയറൻസും ഒക്കെ വേണം. അപ്പം ഏതൊരു കലയും സ്നേഹിക്കാൻ പറ്റാൻ, ഒരു കല അഭ്യസിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കല ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളത്, അല്ലേ? എല്ലാവർക്കും ഉള്ള കഴിവല്ല അത്.
എന്തൊരു കല കണ്ടാലും ആസ്വദിക്കാൻ എല്ലാവർക്കും കഴിവില്ല. അപ്പോൾ അങ്ങനെ ഒരു കഴിവ് നിങ്ങൾക്ക് ഭഗവാൻ തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ന് ഇവിടെ അരങ്ങേറാൻ പോകുന്ന ഒരുപാട് കലാപരിപാടികളെല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇങ്ങനൊരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. അതുപോലെ എന്നെ ഈ ചടങ്ങിലേക്ക് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. കാരണം ഇങ്ങനെ വിഷു ദിനത്തിൽ ശ്രീകൃഷ്ണസ്വാമിയുടെ അമ്പലത്തിൽ വന്ന് ഇത്രയും സമയം ചെലവഴിച്ച് തൊഴാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അതും ഇത്രയും മഴയൊക്കെ തുറന്നു നിൽക്കുന്ന ഈ സമയത്ത് നല്ലൊരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടി ആയിരിക്കാം ആ ഒരു ഫീലിങ്ങിൻ്റെ ഒരു ബ്യൂട്ടി എൻഹാൻസ് ആയത് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇന്ന് അതുപോലെ കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി.